നമസ്കാരം. വയലിനിസ്റ്റ് ബാലഭാസ്കർ അപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ പോലീസും CBIയും അന്വേഷിച്ചത് എന്താണ്? അത് 3 കാര്യങ്ങളാണ്. 1. അപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ? 2. വണ്ടി ഓടിച്ചിരുന്നത് ബാലഭാസ്കർ ആണോ? 3. വാഹനം അമിത വേഗത്തിൽ ആയിരുന്നു. ഈ 3 കാര്യങ്ങൾ കണ്ടെത്താൻ വേഗപരിശോധനയും ഡമ്മി പരിശോധനയും നടത്തി അവസാനിപ്പിച്ചതാണ് കേസ്. വണ്ടി ഓടിച്ചത് ബാലഭാസ്കർ അല്ല, ഡ്രൈവർ അർജുനാണെന്ന് തെളിഞ്ഞു എന്നത് മാത്രമായിരുന്നു കേസിലുണ്ടായ കണ്ടെത്തൽ. എന്നാൽ മകനുമായി 1.5 പതിറ്റാണ്ടിലേറെയായി ബന്ധമില്ല എന്ന കാരണത്താൽ പിതാവ് പറയുന്നത് അവഗണിക്കാമോ? മകന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ പങ്ക് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടത് പിതാവ് KC ഉണ്ണിയും മാതാവ് B ശാന്തകുമാരിയും ആണ്. ഇവരുടെ ഹർജി പരിഗണിച്ച് സ്വർണ്ണക്കടത്തുകാരുടെ പങ്ക് അന്വേഷിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടെങ്കിലും പോലീസും CBIയും ചിരിച്ചു തള്ളിയത് ഒരു ചോദ്യം ഉന്നയിച്ചാണ്. നടന്നത് സ്വാഭാവിക അപകടമാണ് എന്നതിനാൽ സ്വർണ്ണക്കടത്തുകാർക്ക് എങ്ങനെ പങ്കുണ്ടാകും? ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റിലായത് ആരാണ്? അന്ന് സംശയാസ്പദമായി ബാലഭാസ്കറിന്റെ വണ്ടി ഓടിച്ച തൃശൂർ പാട്ടൂരായ്ക്കൽ കുറിയേടത്ത് മനയിൽ അർജുൻ. പോലീസും CBIയും മാത്രമല്ല, ജാതി ശ്രേണിയിലെ ഔന്നത്യവും അർജുനെ കേസിൽ നിന്ന് ഊരാൻ സഹായിച്ചു എന്ന ആരോപണം അന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ പെരിന്തൽമണ്ണ സ്വർണ്ണക്കടത്ത് കേസ് മാത്രമല്ല, വേറെയും പലതുമുണ്ട് അർജുനെതിരെ എന്ന് പൊങ്ങി വരികയാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇനിയും അന്വേഷിക്കണം സാർ ബാലഭാസ്കറിന്റെ മരണം. ഇപ്പോൾ അറസ്റ്റിലായ കുറിയേടത്ത് മനയിൽ അർജുനെ കുറിച്ച് നിരവധി കാര്യങ്ങളാണ് ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഉണ്ടായിരുന്നത്. ബാലഭാസ്കർ മരിച്ച അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അർജുൻ 2 ATM കവർച്ചാ കേസുകളിൽ പ്രതിയായിരുന്നു. അപകടത്തോട് അടുത്ത കാലത്താണ് ദുരൂഹ സാഹചര്യത്തിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവർ ആകുന്നത്. ബാലഭാസ്കറിന്റെ ഡ്രൈവറായി അർജുനെ നിർദ്ദേശിക്കുന്നത് മുൻ പരിചയക്കാരായ ലത രവീന്ദ്രനാഥും വിഷ്ണു സോമസുന്ദരവുമാണ്. അപകടം ഉണ്ടായ ശേഷം അർജുൻ ഫോണിൽ സംസാരിക്കുന്നത് ലതയുമായാണ്. വിഷ്ണു സോമസുന്ദരം മുമ്പ് സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ ആളാണ്. ഇതോടൊപ്പം ബാലഭാസ്കറിന്റെ അടുത്ത സുഹൃത്തായിരുന്ന പ്രകാശ് തമ്പിയും കേസിൽ ദുരൂഹമായി ഇടപെട്ടു. അപകട സ്ഥലത്ത് നിന്ന് കാണാതായത് ഉൾപ്പെടെ ബാലഭാസ്കറിന്റെ 2 ഫോണുകൾ പിന്നീട് കണ്ടെടുത്തത് പ്രകാശ് തമ്പിയുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒളിപ്പിച്ച നിലയിലാണ്. അത് CBIയോ സംസ്ഥാന പോലീസോ അല്ല കണ്ടെടുത്തത്. വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് അന്വേഷിച്ച ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ്. 2018 സെപ്റ്റംബർ 25 പുലർച്ചെയാണ് ബാലഭാസ്കറിന്റെ കാർ അപകടത്തിൽപ്പെട്ടത്. 23-ന് തൃശൂർക്ക് പോയ സംഘം 24-ന് രാത്രി താമസിക്കാൻ തൃശൂരിൽ മുറി ബുക്ക് ചെയ്തിരുന്നു. ഈ മുറി റദ്ദാക്കിയാണ് 24-ന് വൈകിട്ട് തന്നെ തൃശൂരിൽ നിന്ന് പുറപ്പെടുന്നത്. ലതയെയും വിഷ്ണുവിനെയും കണ്ടതിന് ശേഷമായിരുന്നു തീരുമാനം മാറ്റിയത്. സംഗീത സംവിധായകൻ അക്ഷയ് വർമ്മയെ 25-ന് പുലർച്ചെ കാണണം എന്ന് ബാലഭാസ്കർ പറഞ്ഞതായാണ് ലത നൽകിയ മൊഴി. അതിനാലാണ് ഇടയ്ക്ക് പിണങ്ങി മാറി നിന്ന അർജുനെ വീണ്ടും വിളിച്ച് ഡ്രൈവർ ആക്കിയത്. എന്നാൽ ബാലഭാസ്കർ സമീപ ദിവസങ്ങളിലൊന്നും വിളിച്ചില്ലെന്നും കാണാം എന്ന് പറഞ്ഞിരുന്നില്ല എന്നും അക്ഷയ് വർമ്മ മൊഴി നൽകി. ഇതോടെ ലതയും വിഷ്ണു സോമസുന്ദരവും ചേർന്നൊരുക്കിയതാണ് യാത്ര എന്ന സംശയം ബലപ്പെട്ടു. മറ്റൊരു സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ ആകാശ് ഷാജി രാത്രി 10:30-ക്ക് പ്രകാശ് തമ്പിയെ വിളിച്ച് 8.5 മിനിറ്റ് സംസാരിച്ചു. ഇതിനുശേഷമാണ് ബാലഭാസ്കർ സഞ്ചരിച്ച റൂട്ടിലേക്ക് പ്രകാശ് തമ്പി എത്തുന്നത്. അപകടത്തിന് മുമ്പ് സമീപത്തെ ATM-ൽ നിന്ന് പ്രകാശ് തമ്പി 1/4 ലക്ഷം രൂപ 2 തവണയായി പിൻവലിച്ചു. ലതയും പ്രകാശ് തമ്പിയും അർജുനും ഇതിനിടെ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു. 2 ATM-കൾ കവർന്ന ഒരാളെ സംശയിക്കാനും പിടികൂടി ശരിക്കും തെളിവെടുക്കാനും ഇത്രയൊക്കെ മതിയായിരുന്നു പോലീസിനും CBIക്കും. അപകടം സ്വാഭാവികമാണെന്ന റിപ്പോർട്ട് ലഭിച്ചതോടെ മറ്റൊരു വഴിക്കും CBI നീങ്ങിയില്ല. അങ്ങനെയെങ്കിൽ എന്താണ് സ്വർണ്ണക്കടത്തുകാരുമായി ബാലഭാസ്കറിനുള്ള ബന്ധം? സംഗീതത്തിന്റെ ഇത്ര ഉദാത്തമായ മേഖലകളിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരാൾ എങ്ങനെയാണ് സ്വർണ്ണക്കടത്തുകാരുടെ സുഹൃത്താകുന്നത്? ഇന്ത്യൻ സിനിമയിലെ അധോലോകത്തെ പുറത്തു കൊണ്ടുവരുന്നതിലൂടെ മാത്രമേ ഈ കേസിലും തുമ്പുണ്ടാവുകയുള്ളൂ. കലാകാരന്മാർ എത്ര ഉന്നതരായാലും അവർക്ക് നൽകുന്നത് പകുതിയിലേറെ കണക്കിൽപ്പെടാത്ത പണമാണ്.
കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മേഖലയാണ് പലപ്പോഴും സിനിമയും ഗാനമേള അരങ്ങുകളും. ഇങ്ങനെ കിട്ടുന്ന കരിമ്പണവുമായി മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ഇരിക്കുന്ന കലാകാരന്മാർക്ക് മുന്നിലാണ് കള്ളക്കടത്തുകാർ രക്ഷകരായി എത്തുന്നത്. കറുത്ത പണം ഏറ്റെടുത്ത് അവർ വെളുപ്പിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നു. ബാലഭാസ്കറിന്റെ പണം വെളുപ്പിക്കാൻ ഒപ്പം കൂടിയവർ സ്വത്ത് തട്ടിപ്പിന് തന്നെ തുനിഞ്ഞു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മൂല്യമുള്ള വയലിൻ വാദകരിൽ ഒരാളായിരുന്നു ബാലഭാസ്കർ. സിനിമയിൽ നിന്ന് മാത്രമല്ല, തത്സമയ അരങ്ങുകളിൽ നിന്നും ചോദിക്കുന്ന പണം കിട്ടിയിരുന്നയാൾ. ആ പണത്തിൽ കണ്ണുവച്ച് കൂടിയവർ നടത്തിയ അപകടമാണോ സംഭവിച്ചത് എന്നാണ് അറിയേണ്ടത്. അതിന് 3 കാരണങ്ങളുണ്ട്. ബാലഭാസ്കറും മകളും കൊല്ലപ്പെട്ടു. രക്ഷപ്പെട്ടെങ്കിലും ജീവിത പങ്കാളിക്ക് അതീവ ഗുരുതരമായി പരുക്കേറ്റിരുന്നു. എന്നാൽ 94 കിലോമീറ്റർ വേഗതയിൽ സീറ്റ് ബെൽറ്റ് പോലും ഇടാതെ വണ്ടി ഓടിച്ച അർജുൻ കാര്യമായ പരുക്കില്ലാതെ രക്ഷപ്പെടുകയാണ്. അല്പം മുമ്പ് ജ്യൂസ് കുടിക്കാൻ കയറിയ സ്ഥലത്ത് നിന്ന് വണ്ടി എടുക്കുമ്പോഴാണ് സീറ്റ് ബെൽറ്റ് ഇടാതെ ഓടിക്കാൻ തുടങ്ങുന്നത്. അർജുൻ ഒഴികെ 3 പേരും കൊല്ലപ്പെടാൻ സാധ്യതയുള്ള നിലയിലാണ് വണ്ടി ഇടിച്ചു കയറിയത്. ഈ യാത്രയിൽ പോലും സ്വർണം കൊണ്ടുവരാൻ ബാലഭാസ്കർ ഉള്ള വണ്ടി ഉപയോഗിച്ചോ എന്ന സംശയം ഉയരുന്നത് പ്രകാശ് തമ്പിയുടെ ഈ വഴിയിലെ സാന്നിധ്യം കൊണ്ടാണ്. വ്യാപാരിയെ ആക്രമിച്ച് 3.5 കിലോ സ്വർണമാണ് പെരിന്തൽമണ്ണയിൽ തട്ടിയെടുത്തത്. ഊട്ടി റോഡിലെ ജ്വല്ലറി അടച്ച് സ്റ്റോക്കുമായി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോയ ഉടമകളും സഹോദരന്മാരുമായ യൂസഫിനെയും ഷാനവാസിനെയുമാണ് കാറിലെത്തിയ 9 അംഗ സംഘം ആക്രമിച്ചത്. നഷ്ടപ്പെട്ട 3.5 കിലോ സ്വർണത്തിൽ 2.25 കിലോ കണ്ടെടുത്തിട്ടുണ്ട്. ബാലഭാസ്കറിന്റെ വണ്ടി ഓടിച്ചിരുന്ന തൃശൂരുകാരൻ അർജുൻ മുതൽ കൊലപാതക കേസിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോഴുള്ള മൂര്യാട് വിപിൻ വരെയാണ് പ്രതികൾ. ഏത് കേസും തേച്ചു മായ്ച്ചു കളയാൻ കെൽപ്പുള്ള തമ്പിമാരും സോമസുന്ദരന്മാരും നയിക്കുന്ന അധോലോകത്തിലെ സ്ഥിരം ഡ്രൈവറാണ് തൃശൂർ കുറിയേടത്ത് അർജുൻ. ബാലഭാസ്കർ കൊല്ലപ്പെടുമ്പോൾ അർജുൻ എങ്ങനെ ഡ്രൈവറായി വണ്ടിയിൽ ഉണ്ടായി എന്ന റിവേഴ്സ് അന്വേഷണമാണ് ഇനി ഉണ്ടാകേണ്ടത്. മേലാളന്മാർക്ക് രാഷ്ട്രീയ നേട്ടമില്ലാത്തതൊന്നും അന്വേഷിക്കാൻ സമയമില്ല എന്ന ചീത്തപ്പേര് മാറ്റി CBIക്ക് ഈ കേസിൽ ശരിയായ ദിശയിൽ സഞ്ചരിക്കാൻ കഴിയട്ടെ. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.